നമുക്ക് ആദ്യം തന്നെ റിങ്ങുമ്മൽ നമ്മുടെ എംബ്രോയ്ഡറി റിങ്ങാണിത്. ഈ റിങ് നിങ്ങൾ 8x8 വാങ്ങിക്കുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ. ഓക്കെ, ഈ റിങ് എങ്ങനെയാണ് നമുക്ക് ക്ലോത്തിൽ സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ഇതിൽ ടെൻഷൻ ബാർ ഇല്ലാത്ത, അതായത് ഇതിനെയാണ് നമ്മൾ ഈ ഒരു സ്ക്രൂ ടൈറ്റ് ആക്കാനോ ലൂസ് ആക്കാനോ യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഓപ്പൺ സൈഡ് ഇല്ലാത്ത റിങ്ങാണ് ഇത്. ഇതിന്മേലാണ് നമ്മൾ ക്ലോത്തിനെ നിവർത്തി വെക്കേണ്ടത്. നമുക്ക് ആവശ്യമായിട്ടുള്ള ക്ലോത്ത് ഏതാണോ നോക്കിയിട്ട് ആ ക്ലോത്തിനെ നമ്മൾ ഈ ഒരു റിങ്ങിൻ്റെ മേലെ വിരിച്ച് വെക്കുക. ഫുള്ളായി കവറാക്കിയിട്ട് വിരിച്ച് വെക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു സ്ക്രൂ ലൂസാക്കുക. ഇച്ചിരി ലൂസാക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുക. സെറ്റായതിന് ശേഷം നമുക്ക് ഇതിനെടുത്തിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇച്ചിരി ടൈറ്റ് ആക്കിയതിന് ശേഷം ഇതൊരു ലൂസായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ആ ലൂസ് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് 4 ഭാഗവും പിടിച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് മുന്നോട്ട് വലിച്ചെടുക്കാം. പുറത്തുള്ള ക്ലോത്തിനെ വലിച്ച് ടൈറ്റ് ആക്കിയതിന് ശേഷം വീണ്ടും നമ്മുടെ ഈ ഒരു ടെൻഷൻ ബാർ, അതായത് ഈ ഒരു സ്ക്രൂ വീണ്ടും പിടിച്ച് ടൈറ്റ് ആക്കുമ്പോൾ നമ്മളിവിടെ പിടിച്ച് വെച്ചിട്ട് വേണം സ്ക്രൂ ടൈറ്റ് ചെയ്യാൻ. ടൈറ്റ് ആയോ എന്നത് ഉറപ്പ് വരുത്തിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ശ്രദ്ധിക്കുക. നമ്മുടെ ഈ ഒരു മരത്തിൻ്റെ ഭാഗം പിടിച്ച് വെച്ചിട്ട് ഈ ഒരു ക്ലോത്തിനെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പുറത്തേക്ക് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ വലിക്കുമ്പോൾ ഇവിടെ ടൈറ്റ് ആവും. ഈ ഒരു ടൈറ്റിൽ വേണം നമ്മൾ റിങ്ങിൽ ക്ലോത്ത് വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ. ഓക്കെ.